ഈഗിൾസ് വിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്ന പോർഷനാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇത് ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിൾ നോക്കാം. 25. ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ഇതാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ആർട്ടിക്കിൾ 25 4 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഫ്രീഡം ഓഫ് കൺസൈൻസ്, 2 റൈറ്റ് ടു പ്രൊഫേഴ്സ്, 3 റൈറ്റ് ടു പ്രാക്ടീസ്, 4 പറയുന്നത് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്. എന്താണ് ഫ്രീഡം ഓഫ് കൺസൈൻസ്? കൺസൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അതിനാണ് ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മതത്തിൽ മാത്രമേ വിശ്വസിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന മതത്തിൽ വിശ്വസിക്കരുത്, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പം ആ ഒരു ഫ്രീഡത്തിനെയാണ് ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പറയുന്നത് റൈറ്റ് ടു പ്രൊഫേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യാം, ഞാൻ ഇന്ന മതവിശ്വാസിയാണ്, ഞാനൊരു ഹിന്ദു ആണ്, ഞാനൊരു മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യനാണ്, അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയല്ല, ഞാനൊരു നിരീശ്വരവാദിയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഒരു പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് റൈറ്റ് ടു പ്രൊഫേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് റൈറ്റ് ടു പ്രാക്ടീസ്. അതായത് നമ്മുടെ മതപരമായ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ഹിന്ദുസ് അമ്പലങ്ങളിൽ പോകുന്നതും അവിടുത്തെ പൂജാ കർമ്മങ്ങൾ, ക്രിസ്ത്യൻസ് ചർച്ചിൽ പോകുന്നത്, മുസ്ലിംസ് നമസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ്സാണ് റൈറ്റ് ടു പ്രാക്ടീസിൽ പറയുന്നത്. പക്ഷേ പണ്ടുണ്ടായിരുന്ന കുറേ നിർത്തലാക്കിയ അനാചാരങ്ങളൊക്കെ ഉണ്ട്, സതി പോലൊക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻസും ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് ആണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന മതം അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്ക് ഫോഴ്സ്ഫുള്ളി ഒരാളെ മതപരിവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യമില്ല. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരാളെ കൺവേർട്ട് ചെയ്യാൻ, മറ്റു മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പറയുന്നില്ല. അടുത്തത് ആർട്ടിക്കിൾ 26. ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. This article allows every religious denomination or a section of it to establish and maintain institutions for religious and charitable purpose and manage their religious affairs. അതാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ഡിനോമിനേഷൻ എന്താണെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഡിഫൈൻ ചെയ്യുന്നില്ല. സുപ്രീം കോർട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. അതായത് ഒന്നാമത്തെ കാര്യം, അതിനൊരു കോമൺ ഫെയ്ത്ത് ആൻഡ് ബിലീഫ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു സംഘടനയോ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കൺസിഡർ ചെയ്യുക, അതിനൊരു കോമൺ ഫെയ്ത്ത് ഒരു ബിലീഫ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, അതൊരു ഓർഗനൈസേഷൻ അങ്ങനെ ആയിരിക്കണം. മൂന്നാമത്തെ അതിനൊരു ഡിസ്റ്റിങ്ക്റ്റ് നെയിം ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളുമുള്ള ഒന്നിനെ അത് ഡിനോമിനേഷൻ എന്ന് കൺസിഡർ ചെയ്യും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആര്യ സമാജം നോക്കുകയാണെങ്കിൽ അതൊരു ഡിനോമിനേഷനാണ്. അതിപ്പോൾ ഓരോ റിലീജിയൻ്റെ അകത്ത് വരുമ്പോഴേ അതിൻ്റെ അകത്ത് ഡിവിഷൻസ് ഒക്കെ വരും. ഹിന്ദുസ് നോക്കുമ്പോൾ വൈഷ്ണവൈറ്റ്സ് ഉണ്ട്, അതുപോലുള്ള അതൊക്കെ ഓരോ ഡിനോമിനേഷൻസ് ആണ്. അതാണ് ഡിനോമിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഡിനോമിനേഷൻസിനൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതായത് ചാരിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്, ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. അടുത്തത് ആർട്ടിക്കിൾ 27 നോക്കാം. ആർട്ടിക്കിൾ 27 ഫ്രീഡം ഫ്രം പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ. It prohibits the state to impose tax proceeds of which are meant for payment of promotion or maintenance of any particular religion. അതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദ സ്റ്റേറ്റ് cannot raise a religious tax and also that the state cannot spend its secular taxes on any particular religion as it would go against the secular character. അതാണ് ആർട്ടിക്കിൾ 27 പറഞ്ഞത്. അതായത് സ്റ്റേറ്റിന് ഒരു പർട്ടിക്കുലർ റിലീജിയൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടോ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ ടാക്സ് അറേഞ്ച് ചെയ്യാൻ, ടാക്സ് കളക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. പണ്ട് മുഗൾ ഭരണകാലത്ത് ജസിയ എന്ന് പറഞ്ഞിട്ടൊരു ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക്
ഇന്ത്യയിലുള്ള ആളുകൾക്ക് ആ മുഗൾ ഭരണകാലത്ത് ഒരു ടാക്സ് അടയ്ക്കണമായിരുന്നു, അതാണ് ജസിയ. അതുപോലെ സിസ്റ്റംസ് ഒന്നും ഇന്നില്ല. അങ്ങനെയുള്ള സിസ്റ്റംസൊക്കെ അബോളിഷ്ഡ് ആണ്. അപ്പം അതിനുള്ള റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. അതായത് ഫ്രീഡം ഫ്രം പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. നെക്സ്റ്റ് ആർട്ടിക്കിൾ 28. Freedom from attendance of religious instructions or worship in educational institutions. ഇതാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. Educational institutions wholly maintained by state funds are prohibited from imparting religious instructions. However, an institution established by a trust but administered by the state can impart religious instructions. But in these institutions, no person can be compelled to attend these instructions. ഇത്രയുമാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് നൽകാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. ഇപ്പം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്, അതിൻ്റെ ഫണ്ട്സ് സ്റ്റേറ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും നടത്താൻ പാടില്ല. പക്ഷേ അതൊരു ട്രസ്റ്റ് ആണെങ്കിൽ അവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസിന് സാധ്യതയുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരാളെ കമ്പൽ ചെയ്തിട്ടാവരുത്. അവർ വോളണ്ടറി അതിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നടത്താൻ പാടുള്ളൂ. ഈ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകേണ്ടത് മൈനറായിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പേരൻസിൻ്റെ കൺസെൻറ്റ് വേണം. അതുപോലെ തന്നെ അഡൾട്ട് ആണെങ്കിൽ അവർക്ക് സ്വമേധയാ ഇൻസ്ട്രക്ഷൻസ് കേൾക്കാനുള്ള അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.